മഞ്ചേശ്വരത്ത് മതസംഘടനകളെ ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തിയാണ് തന്നെ പിൻവലിപ്പിച്ചതെന്ന് SDPI നേതാവ് KM അഷ്റഫ്. SDPI പ്രവർത്തകരും മാറ്റം ആഗ്രഹിക്കുന്നവരും UDF-ന് വോട്ട് ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വികാരം LDF-ന് അനുകൂലമാണെന്നും KM അഷ്റഫ് പ്രതികരിച്ചു. SDPIയുടെ പ്രവർത്തകരുടെ വോട്ട് മാത്രം പിടിച്ചിവിടെ വിജയിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ മതസംഘടനകളും സമ്മർദ്ദം ചെലുത്തില്ലേ? എല്ലാവരും പ്രതിപക്ഷ നേതാവ് അടക്കം ചെലുത്താതെ അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്താതെ അങ്ങനെ ഒരു നീക്കമുണ്ടാവോ? എല്ലാവരുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദം ചെലുത്തും. മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, കാരണം അവർക്ക് കൃത്യമായി അവരുടെ മനസ്സിൽ ഇവിടുത്തെ ഒരു കൃത്യമായ ചിത്രമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതോടെ ഇതിൽ ഉപകാരപ്പെടുന്നത് LDF-നായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ പാറക്കലാണ് ചേരുന്നത്. അരുൺ, തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന ഒരു ഗുരുതരമായ ആരോപണമാണ്. കാരണം ജനാധിപത്യത്തിന്റെ ഭാഗമായി രാഷ്ട്രീയത്തിൽ മതത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ആ മട്ടിലുള്ള സമ്മർദ്ദ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ആരോഗ്യം ക്ഷയിക്കാൻ കാരണമാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ആരോപണം അത് ഏത് രീതിയിലായിരിക്കും വരും ദിവസങ്ങളിൽ, വരും നിമിഷങ്ങളിലൊക്കെ കാണപ്പെടുക? ക്രിസ്റ്റീന, SDPIയുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് മഞ്ചേശ്വരത്തെ കളമൊരുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ SDPI സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകിയ KM അഷ്റഫ് അത് പിന്നീട് പിൻവലിച്ചതിന് ശേഷം SDPI ജില്ലാ കൗൺസിലിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചിരുന്നു. KM അഷ്റഫാണ് നമ്മളോട് പ്രതികരിച്ചത്. KM അഷ്റഫ് പറയുന്നത് ഒരു കാരണവശാലും UDF-ന്, അതായത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി AKM അഷ്റഫിന് വോട്ട് ചെയ്യാൻ SDPI പ്രവർത്തകർ തയ്യാറാവില്ല എന്നുള്ളതാണ്. അത് മഞ്ചേശ്വരം മണ്ഡലത്തിലെ പ്രാദേശികമായ വികാരമാണെന്ന് കൂടി KM അഷ്റഫ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മഞ്ചേശ്വരത്തെ 8600 വോട്ടുകളാണ് SDPIക്ക് ഉണ്ടായിരുന്നത്. ഈ ആന്റി മുസ്ലിം ലീഗ് വോട്ടുകൾ കൂടി ചേർത്ത് തങ്ങൾക്ക് ജയിക്കാനാകുമെന്നായിരുന്നു SDPIയുടെ കണക്കുകൂട്ടൽ. പക്ഷേ UDF-ന്റെ വലിയ സമ്മർദ്ദം SDPIയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ടായി. ഒപ്പം മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ഉൾപ്പെടെ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. KM അഷ്റഫ് ഇതിൽ പ്രതിഷേധിച്ച് ജില്ലാ കൗൺസിലിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തിരുന്നു. വലിയ തോതിലുള്ള ഒരു വികാരം പ്രാദേശികമായി തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. SDPI പ്രവർത്തകർ UDF-ന് ഒരു കാരണവശാലും വോട്ട് ചെയ്യില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. SDPI LDF-നൊപ്പം നിൽക്കും എന്ന ഒരു കാര്യം കൂടി KM അഷ്റഫ് പറയുന്നുണ്ട്. പക്ഷേ സംസ്ഥാന നേതൃത്വം അന്തിമമായ ഒരു തീരുമാനം, ഔദ്യോഗികമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസവും സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ആർക്കൊപ്പം നിൽക്കും, ആരെ പിന്തുണയ്ക്കുമെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലും അദ്ദേഹം ആർക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അത് കൂട്ടായ തീരുമാനത്തിലൂടെ അക്കാര്യം വ്യക്തമാക്കുമെന്നാണ് CPI ലത്തീഫ് പറഞ്ഞത്. പക്ഷേ KM അഷ്റഫും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തെ പ്രാദേശികമായ SDPI നേതൃത്വവും LDF-നെ പിന്തുണയ്ക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റാരെയും പിന്തുണയ്ക്കില്ല. UDF-നെ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ല. ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. AKM അഷ്റഫുമായി ബദ്ധവൈരികളാണ് എന്നാണ് SDPI നേതൃത്വം, പ്രാദേശിക നേതൃത്വം പറയുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് SDPIയുടെ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ കളമൊരുങ്ങിയിരിക്കുന്നു. മഞ്ചേശ്വരത്ത് ഈ അപരന്മാരും അതുപോലെ തന്നെ ചെറിയ പാർട്ടികളുമൊക്കെ പിടിക്കുന്ന വോട്ട് മുന്നണികളെ തോൽപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അത് ഇത്തവണയും ആവർത്തിക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.